ഹായ് ഫ്രണ്ട്സ്, കാശിമോൻ വേദനയായിട്ട് കരയൊന്നുമില്ല കേട്ടോ. മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നിന്. അത് വന്ന് പോയതിന് ശേഷം കാശിമോൻ എന്തോ ഒരു പേടി. അതാണ് കേട്ടോ അവൻ്റെ ഈ സങ്കടപ്പാടൊക്കെ നിങ്ങൾ കാണുന്നത്. ഒരു ഓട്ടോ മുറ്റത്ത് വന്ന് പോയതിനുള്ള കരച്ചിലാണ്. ഓട്ടോറിക്ഷയുടെ ഓട്ടോ പോയിട്ട് ആൾ ആലോചിച്ച് കരയാണ് കേട്ടോ. ഭയങ്കര സങ്കടം കരച്ചിലാണ്. ഓട്ടോറിക്ഷ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ നമ്മുടെ മുത്തശ്ശൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് കേട്ടോ കാശിമോൻ കരയണത്. കാശിമോൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നുകൊണ്ട് ചെറുതായിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിന്. അപ്പോൾ അതാ കാശിമോൻ ചെറുതായിട്ട് ബിരിയാണിയൊക്കെ നുള്ളി കഴിക്കുകയാണ് കേട്ടോ. വെജ് ബിരിയാണിയാണ്. അപ്പോൾ ആൾ ഓരോ വറ്റൊക്കെ എടുത്ത് കഴിക്കുക. ചെറിയ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാശിമോൻ മെല്ലെ നുള്ളി തിന്നാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടിയാലും വയലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവം കൂടി ഉണ്ട്. അപ്പോൾ ആളെ കുറച്ച് സൂക്ഷിക്കണം. കാശിമോനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ ആൾക്ക് നടക്കാൻ കുറച്ച് സ്ലോയാണ് ആൾ. അപ്പോൾ ആളെ കൈ പിടിച്ചൊക്കെ നടക്കെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നാണ്ട് സെറ്റ് ആവണുള്ളൂ. അപ്പോൾ അവനെ മെല്ലെ സ്റ്റെപ്പൊക്കെ വെച്ച് കളിപ്പിക്കുകയാണ് കേട്ടോ. അവൻ്റെ കൂടെ കുറച്ച് നേരം അച്ഛനാണ് നന്നാക്കി അവനെ കൊണ്ട് നടത്തിക്കൊക്കെ ചെയ്യുക. എൻ്റെ കൂടെ വല്ലാണ്ട് ഉണ്ടാവില്ല. കിട്ടണ സമയം അവനെ കൊണ്ട് മെല്ലെ ഒന്ന് നടത്തിക്കാനും ഓരോ സ്റ്റെപ്പ് വെപ്പിക്കാനൊക്കെ ഞാൻ അങ്ങനെ നോക്കും കേട്ടോ. അവന് നല്ല കളി കളിച്ച് തന്നോളൂ കേട്ടോ. നല്ല രീതിയിൽ അവൻ നിന്നോളും. പക്ഷെ അവൻ എന്താ അറിയോ, നല്ല പേടിയാക്ക്. നല്ല പേടി പറഞ്ഞാൽ വീഴുമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി നന്നാക്കി ഉണ്ടാക്ക്. അങ്ങനെ കാശിമോനും ഞാനും കുറേ നേരം ഇങ്ങനെ കളിക്കും കേട്ടോ. അവനെക്കൊണ്ട് മെല്ലെ നടത്തിക്കാക്ക്. നല്ല ക്ഷമയൊക്കെ ഉണ്ട്. കുറേ സമയം എൻ്റെ കൂടെ കളിക്കണ്ട്. പല രീതിയിലും ഞാൻ ഇങ്ങനെ നടത്തിച്ച് നോക്കും. എനിക്ക് നല്ല പേടിയുണ്ട് വീഴുമോയെന്ന്. എന്നാലും ഞാൻ ബാലൻസ് ചെയ്ത് ആളെ പിടിച്ച് നിർത്തണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കണതും ഞങ്ങൾ ഒന്നിച്ചാലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അമ്മേൻ്റെ അടുത്തേക്ക് വരുമോ? ഇനി പോയി കളിച്ചു. പക്ഷെ അമ്മേൻ്റെ അടുത്തേക്ക് വാ, അമ്മ അടുത്ത് വാ, അമ്മ അടുത്ത് വാ, അമ്മ അടുത്ത് വാ. എടാ അമ്മേന്റെ അടുത്തേക്ക് മെല്ലെ വരുമോ? വാ, അമ്മേന്റെ അടുത്ത് വാ. എന്നിട്ട് അമ്മ എടുത്തരാ, അത് എടുത്തരാ. അമ്മേന്റെ അടുത്തേക്ക് വാ. ഞങ്ങളെ കളീൻ്റെ ഇടയിൽ കൂടെ കാശിമോൻ്റെ കുഞ്ഞ് ദേഷ്യം വാശിയൊക്കെ കണ്ടില്ലേ. അവൻ്റെ കയ്യിൽ എന്തോ കിട്ടി, അത് ഞാൻ വാങ്ങിയതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അത് തിരിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ദേഷ്യം അവിടെ നിൽക്കുകയും ചെയ്തിട്ടോ. അങ്ങനെ കാശിമോൻ നല്ല കളിയിലാണ്. അവന് ചെറിയ കള്ളത്തരം കാര്യങ്ങളും ഉണ്ട്. അവൻ്റെ തല ഇടയ്ക്ക് മുട്ടി മാതിരി ഒരു ആക്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ പിന്നെ അത് അവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ ഇങ്ങനെ കളിക്കും കേട്ടോ. നല്ല രസമാണ്. അത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. കാശിമോൻ്റെ കള്ളത്തനുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാശിമോൻ്റെ വിശേഷങ്ങൾ. അവൻ്റെ ദേഷ്യവും വാശിയും അവൻ നടക്കുന്ന വിശേഷങ്ങളൊക്കെ, അവൻ്റെ ചിരിയും കളികളൊക്കെ ഇതാണ് കേട്ടോ. അവൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഒന്നും കളിക്കാനോ ചിരിച്ച് മയങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ് കേട്ടോ. ടാറിനായാലും ചേച്ചിയായാലും അച്ഛനമ്മയും ആരെങ്കിലും അവനെ കിട്ടിയാൽ മതി അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചു കൊടുക്കുക. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് വല്ലാണ്ട് കളിക്കൊന്നുമില്ല, അവനങ്ങനെ കൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് കാശിമോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.